ഹലോ ഗെയ്സ്, നമുക്കിന്നിവിടെ ചക്കലുവ ഉണ്ടാക്കട്ടോ. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയിട്ടാണല്ലേ, നല്ല നന്നായിട്ടുണ്ട്. ഇപ്പം ചക്കൻ്റെ സീസണല്ലേ, അപ്പം ചക്ക കുറേ ഉണ്ടായപ്പോഴേ ചക്ക കൊണ്ടൊരു അലുവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ടു. അതിന് നമുക്കൊരു ചക്ക മുറിക്കാം ആദ്യം. നല്ല ഭരിക്ക ചക്ക ഇട്ടത് നല്ലോണം മുറിച്ച് ഇതിൻ്റെ ചുളയും കുരുവൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പാടാണ്, പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കുറച്ച് പണിയുണ്ട് ഉണ്ടാക്കണേ. ചക്കയൊക്കെ നന്നായി മുറിച്ചിട്ടേ നമുക്കതിൻ്റെ ചുളയൊക്കെ ഒന്ന് വേറെടുത്തിരിക്കാം കേട്ടോ. ചുളയും ചവിണിയൊക്കെ ഒഴിവാക്കി കുരു വേറെ വെക്കുക, അങ്ങനെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഈ ചക്കലുവ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പാട് തന്നെയാണ്, എന്നാലും ഉണ്ടാക്കി കഴിഞ്ഞാലോ നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചാലേ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം, കേടൊന്നും ആവില്ല കേട്ടോ. എന്നാൽ നമുക്ക് ആ ചക്കൻ്റെ ചുളയൊക്കെ ഒന്ന് വേറെടുത്തിരിക്കട്ടോ. ഓരോ ചുളയും വേറെടുത്തിരുത്തിട്ട് നമുക്ക് അതിൻ്റെ കുരു വേറെ വെക്കണം, ചുള വേറെ വെക്കണം, ചവിണിയൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ. വൃത്തിയാക്കി എടുത്തിട്ടാണ് പണിയൊക്കെ. ഈ ചക്ക വിരകണമെങ്കിൽ നല്ല കയ്യിന് നല്ല ബലം വേണം കേട്ടോ. അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു 1.5 മണിക്കൂർ നേരം വിരകണം ചക്ക. കയ്യുമ്മക്കൊക്കെ പൊട്ടിത്തെറിക്കും, നല്ല പാടാണ് ഉണ്ടാക്കാൻ. ആദ്യം നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് ചക്ക നല്ലോണം വറ്റി വരുമ്പോൾ തീയൊക്കെ കുറച്ചിട്ട് ചെറിയ തീയിലിങ്ങനെ അതിൻ്റെ എണ്ണ ഇതാവോളേ, എണ്ണ കഴിയുമ്പോൾ ഇങ്ങോട്ട് പുറത്തേക്ക് വരുവോളം അങ്ങോട്ട് ഇളക്കിയിട്ട് ഇങ്ങോട്ട് ഇതാക്കണം. ചക്ക നല്ലോണം വേകണം, അതാണ് ഇതിൻ്റെ പാകം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. നിങ്ങളിങ്ങനെ വരിക്ക ചക്ക ഉണ്ടാകുമ്പോഴേ പഴഞ്ചക്കയും പറ്റും കേട്ടോ. ശർക്കരയൊക്കെ ഉരുക്കി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഏലക്കായ് പൊടി ഇട്ട് പിന്നെ കുറച്ച് മൈദ ഇതിക്ക് ഒന്ന് കട്ടിയാകാനൊന്ന് മുറിച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ. മൈദ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ മൈദ ചേർക്കുമ്പോൾ നമുക്കൊന്ന് മുറിച്ചെടുക്കാനൊക്കെ നല്ലൊരു ഇത് കിട്ടും, പെർഫെക്റ്റായിട്ട് കിട്ടും. എന്നാൽ നമുക്കതിൻ്റെ ചുളയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടേ ബാക്കി നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്.
തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെക്കട്ടെ നമുക്ക്. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെക്കുക, ശർക്കര ഒഴിച്ച് വെക്കുക, അങ്ങനത്തെ പണികളൊക്കെ എടുത്തു വെക്കട്ടെ. ഇതിൻ്റെ പണിയൊന്ന് ശരിയാവട്ടെ, ഇത് നമുക്ക് നോക്കാം. ഇതിൻ്റെ കുരു കൊണ്ട് കറി വെച്ചാലേ നല്ല ടേസ്റ്റാട്ടോ. ചക്കക്കുരു കൊണ്ട് നിങ്ങൾ കറി വെച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാണ്. ചക്കക്കുരു ചാറ് മാത്രം മതി ചോറ് വയ്ക്കാൻ. ഞാൻ ചക്കക്കുരുവിൻ്റെ കറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇടുന്നുണ്ട്, നാളെ ഇടാം. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ടൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കട്ടോ. നോക്കി നമുക്ക് അരച്ചെടുക്കാം.
കൂട്ടുകാരെ, നമ്മുടെ ചക്കയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലിൽ ഒരു ലേശം മൈദ, ഒരു 3-4 ടീസ്പൂൺ മൈദയും കൂടി കലക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. നന്നായി ഇളക്കി കൊടുക്കട്ടോ. ഒരു ലേശം ഉപ്പിടണം കേട്ടോ, കുറച്ചിട്ടാൽ മതി. ഉപ്പിട്ടാൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. മധുരമൊന്ന് ബാലൻസ് ചെയ്യാനും ഉപ്പ് നല്ലതാട്ടോ. ഇനി നമുക്ക് ശർക്കര ഒരുക്കിയുണ്ട്. ശർക്കര നിങ്ങൾ പാകത്തിന് ചക്കൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ശർക്കര ഒരുക്കിയും ചേർത്ത് കൊടുക്കാം, നെയ്യും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ പാടെ കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. നോക്കി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാകത്തിന് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കട്ടോ. എന്നാൽ കേസ് നമുക്ക് അലിക വിരകിൽ തുടങ്ങാം. തീ നല്ലോണം കത്തിച്ചിട്ടേ തിളക്കോളം കൈയെടുക്കാതെ കട്ട പിടിക്കും. തിളച്ചിട്ട് ഇങ്ങനെ ഇളക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി. തള വരുവോളം നല്ലോണം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഇത് നിങ്ങൾ വിറകടുപ്പത്ത് തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. ഗ്യാസുമ്മയൊന്നും ഉണ്ടാക്കുമ്പോൾ അതേപോലെ ശരിയായി കിട്ടില്ല. നമുക്ക് ഇളക്കാനൊക്കെ നല്ല തീ നല്ലോണം കത്തിയാൽ പിന്നെ കുറച്ചാൽ മതി. പിന്നെ ആ കനപ്പിലങ്ങനെ കടന്നിട്ട് അങ്ങനെ ഇളക്കി പതുക്കെ വേദന കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നന്നാവുക. ഗ്യാസുമ്മ കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിയാവുണ്ടാവും. കുറേയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അധികം ഉണ്ടാക്കുമ്പോൾ അടുപ്പത്ത് ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്.
ചക്ക ഹലുവയൊക്കെ പാകമായി വരുന്നുണ്ട് കേട്ടോ. ഈ പരുവാകുമ്പോൾ കയ്യുമ്മക്ക് നല്ലോണം പൊട്ടിത്തെറിക്കും കേട്ടോ. നമ്മളെ കൈയൊക്കെ പൊള്ളും. കൈമല്ല തുണിയൊക്കെ ചുറ്റിയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. കണ്ണുക്കൊക്കെ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കണ സമയമാണ് ഇപ്പോൾ. ഒക്കെ ഒന്ന് വറ്റി വരുമ്പോഴേ നല്ലോണം ഇളക്കി കൊടുക്കും വേണം. കയ്യുമ്മ എന്തെങ്കിലുമൊക്കെ ചിറ്റിയിട്ടില്ലേ കയ്യുമ്മക്ക് ആകെ പൊള്ളും. എൻ്റെ കൈ തന്നെ ചെറുതായിട്ടൊന്ന് പൊള്ളി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ചക്കയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ എണ്ണയ്ക്കൊന്ന് പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് വിരിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ പാകം. നമ്മൾ പാർന്ന നെയ്യൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരും. പിന്നെ ഇളക്കി വെക്കുമ്പോഴേ അതാണ് അതിൻ്റെ പാകത്തോ. കറക്റ്റ് പാകമായിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ പാത്രത്തിൽ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് വരട്ടെ. ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് തണുത്തിട്ട് മുറിച്ചെടുക്കാം. അല്ലേ, നന്നായി വന്നിട്ടുണ്ട്. എത്ര കാണാൻ കാലമാണെന്ന് സൂക്ഷിക്കട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടി നെയ്യിൽ വറുത്തിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. നന്നായി വന്നിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ ചക്കാരൊക്കെ റെഡിയായി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി പുതിയ വീഡിയോ വരാം. ബായ്.